ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഏറെ പരിചയമായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ മുട്ട റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മൺചട്ടിയാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും ഒരു 2 പച്ചമുളക് നടുവ് കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡാണ് റെസിപ്പി ഇത് ഉണ്ടാക്കുന്നതും എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞിട്ടോട് തന്നെ നന്നായി നല്ല രീതിയിലൊന്ന് വഴറ്റി കിട്ടണം. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരോടും കൂടെ ഒന്ന് സപ്പോർട്ട് ആക്കാനൊക്കെ ഒന്ന് പറയണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എന്ത് സജഷൻസ് ആണെങ്കിലും അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ താല്പര്യം എങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാം. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകമല്ലേ, പെരും ജീരകമാണ് കേട്ടോ, പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സാക്കിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നല്ലൊരു മണമൊക്കെ വരും. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രത്യേകതരം മണമാണല്ലോ അല്ലേ. വെളിച്ചെണ്ണയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി വരുമ്പോൾ ഉള്ളൊരു സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. വീഡിയോക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കണേ, മറക്കരുത്. നിങ്ങൾ സപ്പോർട്ടാണ് നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒട്ടും മടിക്കണ്ട, ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വരുന്നുണ്ട്. വീഡിയോ ഒത്തിരി ലാഗ് ആവുന്നുണ്ടോ അതൊക്കെ പറയണം കേട്ടോ. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു കൂട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള വേണം. മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സവാള വേണം. ഒരു 3-4 വലിയ സവാള തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ചോപ്പ് ചെയ്തിട്ടല്ല, സ്ലൈസ് ആക്കിയിട്ടല്ല. നമ്മളിങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്യൂലേ, ആ ഒരു പരുവത്തിലാണ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സവാള വേണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്കും ആൾക്കാർക്കൊക്കെ അനുസരിച്ചിട്ട് അതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യൽ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ഹസ്ബൻഡിൻ്റേതാണ്. ആളുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളാണ് ഉണ്ടാക്കുന്നത്, ഞാനാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളൊക്കെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ ഉള്ളി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അടി പിടിക്കാതെ നോക്കണം. തുടരെ ഇങ്ങനെ ഇളക്കി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നേ പറഞ്ഞല്ലോ എന്തെങ്കിലും മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് വേണമെങ്കിൽ അങ്ങനെ പറയണം. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നമ്മൾ ഈ കുക്കിംഗ് റിലേറ്റഡിൻ്റെ കൂടെ തന്നെ അങ്ങനെ പറഞ്ഞു പോവാം. ഇതൊക്കെ നമ്മളുടെ ഇതിൽ നിങ്ങളനുസരിച്ചിട്ട് പറയാം. പിന്നെ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം തുറന്നിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു മഞ്ഞ കളറ്. ഇനി നമുക്ക്
നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂണ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയും നമ്മുടെ നോർമൽ മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ട എന്നാണെങ്കിൽ നമ്മൾ 1-2 ടേബിൾ സ്പൂണൊക്കെ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയും നമ്മുടെ മുളക് പൊടിയും കൂടെ അങ്ങനെ രണ്ടും കൂടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എരിവിന് എരിവും നമ്മുടെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുമ്പോൾ അറിയാമല്ലോ, നമുക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മിസ് ചെയ്യരുത്, വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടാലാണ് ആ ഒരു ടിപ്പ് മനസ്സിലാവുള്ളൂ. മിക്കവർക്കും പേർക്ക് അറിയുന്നതാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ചിലപ്പം അറിയുന്നതായിരിക്കും അല്ലേ. ഒരു സീക്രട്ട് ടിപ്പ് ഇതിൽ ഹസ്ബൻഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് മിസ്സാക്കരുതേ. വീഡിയോ സ്കിപ്പ് ചെയ്താൽ അത് കാണാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്കിനി മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ തീ ഇടണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയിട്ട് നമ്മുടെ മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ അത് കുറച്ചൊരു ഇതിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരിത്തിരിയും കൂടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു എരിവിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി എരിവ് വേണ്ടതാണ്, അതുകൊണ്ട് കാശ്മീരി ചില്ലി തന്നെയാണ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മളുടെ ഒരു കൈക്കണക്കനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ അപ്പുറത്ത് നമ്മൾ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഇത് ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കോഴിമുട്ട സൈഡിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോളൂ. യെസ്, നമ്മുടെ ടൊമാറ്റോ സോസാണ് കേട്ടോ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾ വിചാരിക്കും ഇതിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ ഒരു മധുരമായിരിക്കില്ലെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ ആ ഒരു ഇതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്വീറ്റ് സോർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. അപ്പോൾ ഏതൊരു റെസിപ്പി കണ്ടതാണ് കേട്ടോ. ഹസ്ബൻഡ് ഒരു റെസിപ്പി ഫോണിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ ട്രൈ ആക്കി നോക്കിയതാണ് ഞങ്ങൾ ഈ ഒരു റെസിപ്പി. സംഭവം കിടലാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞാൽ മധുരിക്കില്ലെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എരിവും എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റാവാൻ ഈ ഒരു ടൊമാറ്റോ സോസ് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഒത്തിരി ചേർക്കരുത്, നമ്മൾ എടുക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കില്ലല്ലോ നിങ്ങൾ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കറക്റ്റ് ക്വാണ്ടിറ്റിയും ഒരു അളവ് മെഷർമെൻറ്റും പറയാത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ആ ഒരു സോസൊക്കെ ഒന്ന് എല്ലാ രീതിയിലും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഇതാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാര്യമായിട്ടൊന്നും ചേർക്കാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞത് അതാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ തക്കാളിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് ഇപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പേർക്ക് ഒരു 2-3-4 പേർക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഈ തക്കാളിയും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ തക്കാളി എടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി സോസൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ടൊമാറ്റോ സോസ് അല്ലെന്ന് ചോദിച്ചാൽ ഒത്തിരി ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് മൊത്തത്തിലാണ് മാറിപ്പോവും. ഇനി നമ്മുടെ മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹസ്ബൻഡ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ 2 സൈഡിലായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കോഴിമുട്ട ഉടയാതെ നല്ല പതുക്കെ നോക്കിയിട്ട് ഇളക്കാം. നിങ്ങൾക്ക് അതല്ലെങ്കിൽ നമ്മുടെ ചട്ടിയില്ലേ, നമുക്കിങ്ങനെ ചട്ടി ഷേക്ക് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. ഹസ്ബൻഡ് ഇങ്ങനെ തവി കൊണ്ട് തന്നെ ഇങ്ങനെ മെല്ലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്.
ഇങ്ങനെ മുട്ട ചേർത്തിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ തന്നെ നമ്മുടെ മുട്ട റോസ്റ്റ് സ്പെഷ്യൽ മുട്ട റോസ്റ്റാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ നൂൽപുട്ടിൻ്റെ കൂടെയാണ് സൈഡായിട്ട് കഴിക്കുന്നത്. എന്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം. പുതിയൊരു റെസിപ്പിയും പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ.